ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അവസരങ്ങളിൽ ഒന്നാണ് RRB, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ വരുന്ന റെയിൽവേ ജോലികൾ എന്ന് പറയുന്നത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ബോർഡ് തന്നെയാണ് RRB എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കീഴിൽ ഒരു പുതിയ അപ്ഡേറ്റ് അവരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും RRB 2025 അവർ കൊടുത്തിരിക്കുന്ന ഒരു നോട്ടീസ്, ഒരു ബിഗ് അപ്ഡേറ്റ് അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് ആണ് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങളുടെ കാര്യം എടുത്ത് നോക്കിയാലും വേക്കൻസിയുടെ കാര്യം നോക്കിയാലും 10 തൊട്ട് ഡിഗ്രി വരെ ഉള്ളവർക്കും എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള പല ടൈപ്പ് ഓഫ് എക്സാംസുകളാണ് ആര് നടത്തുന്നത്, RRB നടത്തുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു നോട്ടീസിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ എക്സാം പാറ്റേണിന്റെ കാര്യങ്ങളും പുതിയ ജാമേഴ്സിന്റെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇത് വന്നത് ഈ കാണുന്ന പോലെ തന്നെ 9 ജൂലൈ 2025 അവർ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളെ കുറച്ചും കൂടി ഈ ഒരു റെയിൽവേ എക്സാമുകളിലേക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് അവർ തുറന്നു തരുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരുപാട് ഡിഗ്രി സ്റ്റുഡൻസും അല്ലെങ്കിൽ ഈ പറയുന്ന +2, 10th ക്വാളിഫൈ ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ അധ്യയന വർഷത്തിൽ അതായത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ നിങ്ങൾ എല്ലാവരും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ട് ഇറങ്ങിത്തിരിക്കും അല്ലെ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അവരെന്ത് ചെയ്യുകയാണ്, ഒരു പോസിറ്റീവ് റെസ്പോൺസ് തരെയാണ്. നിങ്ങൾക്ക് ഇവിടെയും ഒരു ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെയിൽവേയിലേക്ക് വരാം എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഗേറ്റ് വേ അവർ തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു നോട്ടീസിലൂടെ ഒരു ബിഗ് റിക്രൂട്ട്മെന്റ് പുഷ് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അവരുടെ ഈ ഒരു പുതിയ നോട്ടിഫിക്കേഷനിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമുക്കൊരു ചുരുക്കി നമുക്ക് എന്ത് ചെയ്യാം നോക്കാം കേട്ടോ. അപ്പൊ അടുത്ത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഈ റിക്രൂട്ട്മെന്റ് ആൻഡ് വാക്കൻസി ഓവർവ്യൂ ആണ് അവർ പറഞ്ഞത്. കഴിഞ്ഞ നവംബർ 2024 തൊട്ട് ഉള്ള ഒരു സംഖ്യ, ഒരു കണക്കെടുപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ഏകദേശം 1.86 crore ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എക്സാമുകളിലേക്ക് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഇന്ത്യ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.86 crore കാൻഡിഡേറ്റ്സ് ഇതിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയും പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കാത്തവരാണെങ്കിൽ അത് അത്രയും മണ്ടത്തനമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, എല്ലാവരെയും പോലെയും ഒരുപോലെ കോമ്പീറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ അവസരമാണ് നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് അവർ അതിൽ പറയുന്നത്. അപ്പൊ 2024 മുതലേ ഉള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, നിങ്ങൾക്ക് അറിയാം റെയിൽവേ നടത്തുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. SSC പോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. ചില എക്സാമുകളിൽ ടയർ 1ഉം ടയർ 2ഉം ഉണ്ടായിരിക്കും, ചിലതിൽ അഡീഷണൽ ആയിട്ടുള്ള സ്കിൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണ് അവർ പ്രൊസീജിയേഴ്സ് അവർ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഏറ്റവും പ്രതീക്ഷയിലേക്ക് എത്തിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം 2024 വെച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 7 ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻ ആണ് എപ്പോഴും റിലീസ് ചെയ്യുന്നത്. റെയിൽവേ റിലീസ് ചെയ്യുന്ന എക്സാമുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഒന്നെന്ന് പറയുന്നത് RRBയുടെ ALP ആണ്, ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ ആണ്. ITA പോലെയുള്ള കാൻഡിഡേറ്റ്സിന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ITA ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാംസുകളുണ്ട്. ഈ ALP എന്ന് പറയുന്നത് ITA ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് RRB JE വിളിക്കാറുണ്ട്, ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് വിളിക്കാറുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, BTech പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ, എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയുള്ള. പിന്നെ ഉണ്ട് RRB ടെക്നീഷ്യൻ എന്ന് പറയുന്ന വാക്കൻസി. എന്താണ് RRB ടെക്നീഷ്യൻ എന്ന് പറയുന്ന വാക്കൻസി? ഇതും ആരാണ്, ഇതും എന്ത് ചെയ്യുന്നത്, ITA ഉള്ള ചില ഡിഗ്രി കാൻഡിഡേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ രീതിയിലാണ് ടെക്നീഷ്യൻ വാക്കൻസി വിളിക്കാറുള്ളത്. ഗ്രേഡ് 1 ടെക്നീഷ്യൻ, ഗ്രേഡ് 3 ടെക്നീഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് വിളിക്കുന്നത് ഏതാണ്, നമ്മുടെ RPF കോൺസ്റ്റബിൾ, RPF XI എന്ന് പറയുന്ന എക്സാമുകൾ. RPF കോൺസ്റ്റബിൾ ഇത് 10ാം ക്ലാസ് നിലവാരമുള്ള യൂണിഫോം പോസ്റ്റ് ആണ് വന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ പോലീസ് ഫോഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് ഈ RPF കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. 10th പാസ് ആയവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് RPF-ന്റെ തന്നെ SI സബ് ഇൻസ്പെക്ടർ പോസ്റ്റും ഉണ്ട്. അത് ആർക്കാണ്, ഡിഗ്രി കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ആർക്കാണ്, ഡിഗ്രി കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോബുകളിൽ ഒന്നാണ് NTPC, നോൺ ടെക്നിക്കൽ കാറ്റഗറിയിൽ വരുന്ന NTPC എക്സാമിനേഷൻ. ഇത് എന്തുണ്ട്, +2 ഗ്രാജുവേറ്റ്, അതായത് അണ്ടർ ഗ്രാജുവേറ്റിന്റെ പ്രോഗ്രാമും ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ഗ്രാജുവേറ്റ് കാൻഡിഡേറ്റ്സിനുള്ള പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ എത്ര എക്സാം ആണ്, 3, 4, 5, 6, 7 എക്സാം ആണ് മിനിമം അവർ എന്ത് ചെയ്യുന്നത്, ഒരു വർഷത്തിൽ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് എടുത്ത് പറയുന്നത്. ഈവൻ 10ാം ക്ലാസ് മുതൽ ഡിഗ്രി തൊട്ട് എഞ്ചിനീയറിംഗ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എക്സാം പാറ്റേൺസ് ആണ് അവർ എന്ത് ചെയ്യുന്നത്, ഓരോ വർഷവും നോട്ടിഫിക്കേഷൻ ആയിട്ട് റിലീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്.
അതിലേക്കാണ് എന്ത് ചെയ്യുന്നത് 7 ഡിഫറെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചതിൽ ഏകദേശം 55,000-ഓളം വാക്കൻസീസ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു വർഷത്തിൽ 7 എക്സാം നടത്തുമ്പോൾ നിങ്ങൾക്ക് വരുന്ന വാക്കൻസി റിപ്പോർട്ടിംഗ് ആണ് അവർ പറയുന്നത്. 55,000-ൽ പുറത്ത് വാക്കൻസീസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ 9,000-ഓളം ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ജോബ് കൊടുത്തു കഴിഞ്ഞു. ഫിനാൻഷ്യൽ ഇയർ ഫസ്റ്റ് ക്വാർട്ടറിൽ അവർ എത്രയാണ് 2025-26 ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ അവർ 9,000-ഓളം ആൾക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ജോബ് ഫില്ലിംഗ് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇനി എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഈ ഒരു നോട്ടീസിൽ വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും 50,000-ൽ പുറത്ത് വാക്കൻസികൾ അവർ ഫില്ല് ചെയ്യാൻ കിടക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ അതർ ഹാഫ്, അതായത് ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ക്വാർട്ടറിൽ നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് 50,000-ൽ പുറത്ത് വാക്കൻസീസ് അവർ എന്ത് ചെയ്യാണ്, ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാരണം അടുത്ത ഫേസിലേക്കുള്ള ഈ എക്സാമുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ഇനി വരാൻ കിടക്കുകയാണ്. ഇതിന് പുറമെ തന്നെ ഈ പറയുന്ന റെയിൽവേയുടെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസ് വരാനുണ്ട്. എന്താണ്, റെയിൽവേയുടെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ പല എക്സാമുകളുണ്ട്. ഏകദേശം ഇവിടെ പറയുന്നുണ്ട് ഏകദേശം 12ഓളം നോട്ടിഫിക്കേഷൻ ആണ് ഒരു വർഷത്തിൽ അവർ വിളിക്കുക എന്നാണ് പറയുന്നത്. ഏകദേശം 12ഓളം നോട്ടിഫിക്കേഷൻ വിളിക്കാറുണ്ട്. ഏകദേശം ഇത്രയും വാക്കൻസി എത്രയാണ്, 1,00,000-ൽ പുറത്ത് വാക്കൻസിയാണ് ഒരു വർഷത്തിനിടയിൽ അവർ വിളിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിൽ 55,000 ആൾക്കാരെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതർ ക്വാർട്ടറിൽ എത്രയാണ് 12 നോട്ടിഫിക്കേഷൻ വിളിച്ച് ഏകദേശം 1,00,000-ൽ പുറത്ത് ആൾക്കാരെ ഒക്യുപ്പൈ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടെന്നാ പറയുന്നത്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് ഉണ്ടെന്നുള്ളൊരു കാര്യമാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ വന്നിട്ടുള്ള ഈ പറയുന്ന നോട്ടീസിലൂടെ അവർ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അവർ എടുത്തു പറയുന്നത് അതാണ്. കാരണം ഇനി റെയിൽവേ എക്സാംസ് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, പിഴയ്ക്കരുത്. നിങ്ങൾ ഇതിന് വേണ്ടിയായിട്ട് ഇറങ്ങി തിരിക്കണം. നിങ്ങൾ PSC പഠിക്കുന്ന പോലെ SSC പഠിക്കുന്ന പോലെ തന്നെ നിങ്ങൾ കാണേണ്ട ഒരു സബ്ജക്ട് തന്നെയാണ്, അല്ലെങ്കിൽ കാണേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് ഏതെന്ന് പറയുന്നത്, റെയിൽവേ എന്ന് പറയുന്നത്. നിങ്ങളുടെ മൈൻഡിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് അവർ തന്നിരിക്കുന്നത്. ഒരാൾ പോലും റെയിൽവേയിൽ ജോലി കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ജോലിയുണ്ട്, ആ ജോലിക്കുള്ള കൃത്യമായ കണക്കാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ആ ഒരു കണക്കാണ് അവർ കൃത്യമായിട്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നത്. 2024 തൊട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,00,000-ഓളം ആൾക്കാരെ അവർ ഒക്യുപ്പൈ ചെയ്തിരിക്കും എന്നുള്ളൊരു വാചകമാണ് അവരോട് എന്ത് ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. 2024, 25, 26 സമയം കൊണ്ട് 1,00,000-ഓളം കാൻഡിഡേറ്റ്സിനെ അവരെ ഒക്യുപ്പൈ ചെയ്തിരിക്കും എന്നുള്ളൊരു സത്യമാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുമ്പോൾ അത് ചെറുതായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമായിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, പറയുന്നത് കേട്ടോ. ഇനി വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേജർ ചേഞ്ചസ് എന്താണ്, പുതിയ മാറ്റങ്ങൾ. റെയിൽവേ ഓരോ വർഷം കഴിയുന്തോറും, ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിയുന്തോറും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാറുണ്ട്. ആ മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സംസാരിക്കാനുള്ളത്. അപ്പൊ ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ്, എക്സാം സെന്റേഴ്സ് അലോട്ടഡ് നിയർ ഹോം ടൗൺസ്. പണ്ട് മുതലേ നിങ്ങൾക്ക് അറിയുന്ന ഒരു പാറ്റേൺ ആണ്. ഇവരുടെ എക്സാം എപ്പോഴും വരുന്നത്, നമ്മളിവിടെ കേരളയിൽ കൊടുക്കുന്നെങ്കിൽ നമുക്ക് തമിഴ്നാട് ബോർഡറിൽ വല്ലായിരിക്കും എക്സാം കിട്ടുന്നത്. ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യത്തിൽ. ഇപ്പൊ ബാംഗ്ലൂരായിരിക്കും ചിലപ്പോൾ ചിലർക്ക് കിട്ടുന്നത്, തമിഴ്നാട്ടിലായിരിക്കും കിട്ടുന്നത്. തമിഴ്നാട്ടിലെ തന്നെ കുറച്ച് ഈ റൂറൽ ഏരിയാസിലൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എക്സാം സെന്റേഴ്സ് നിയർ ഹോം ടൗൺസിൽ തന്നെ തരാനായിട്ട് നോക്കും. മേജർലി എസ്പെഷ്യലി ആർക്ക് വേണ്ടിയിട്ടാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ PWD കാൻഡിഡേറ്റ്സിനും ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും ഉറപ്പായിട്ടും അവർ എന്ത് ചെയ്യാൻ നോക്കാറുണ്ട്, ഈ പറയുന്ന ഹോം ടൗണിൽ തന്നെ കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കും എന്നുള്ള ഒരു കാര്യമാണ് അവർ ഉറപ്പ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് മോർ എക്സാം സെന്റേഴ്സ് ആർ ബീങ് ഓപ്പൺ ടു ഈസ് ട്രാവൽ ആൻഡ് ഇൻക്രീസ് ആക്സസിബിലിറ്റി. അതായത് നിങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും വലിയ എക്സാം എഴുതാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ ട്രെയിൻ ബുക്കൊക്കെ ചെയ്ത് നേരത്തെ തന്നെ എന്ത് ചെയ്യണം, അത്രയും ആക്സസിബിൾ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ പോകുന്നതൊക്കെ ഒരു ദിവസമൊക്കെ കഷ്ടപ്പെട്ട് നമ്മളൊരു 2-3 ദിവസത്തിന് കഷ്ടപ്പാട് തന്നെ ഉണ്ട് ഒരു എക്സാം എഴുതാൻ പോകുന്നതിന്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അവർ മാറ്റിത്തരും എന്നുള്ളൊരു ഉറപ്പാണ് ഇതിലൂടെ തന്നിരിക്കുന്നത്. അപ്പൊ മോർ എക്സാം സെന്റേഴ്സ് അവർ ഓപ്പൺ ചെയ്യും സ്വന്തം ഹോം ടൗണിൽ, അല്ലെങ്കിൽ നിങ്ങൾ വയ്ക്കുന്ന പ്ലേസസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടെ സെന്റേഴ്സ് ഓപ്പൺ ചെയ്യും. ട്രാവൽ അവൈലബിലിറ്റിയും അതുപോലെ തന്നെ ഇൻക്രീസ് ആക്സസിബിലിറ്റിയും ഒക്കെ കൂട്ടും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബെറ്റർ കോർഡിനേഷൻ ആൻഡ് മോർ ഹ്യൂമൻ റിസോഴ്സസ് എന്ത് ചെയ്യും, ഡിപ്ലോയ് ചെയ്യും. അതായത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്സസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ബെറ്റർ കോർഡിനേഷൻ ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് അവർ നിങ്ങൾക്ക് തരും എന്നുള്ള ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഫെയർ ആയിട്ട് പ്രാക്ടീസ്, അതായത് ഈ പറയുന്ന എക്സാം കൃത്യമായിട്ട് നടക്കണമല്ലോ, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടണം എന്നുള്ള രീതിയിൽ എല്ലായിടത്തും കൃത്യമായ രീതിയിൽ തന്നെ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ റെയിൽവേ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഒരിക്കലും തെറ്റണ്ട, റെയിൽവേ എക്സാംസ് പ്രോപ്പർലി നടത്തും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള RRBയുടെ റെഗുലർ ബാച്ച് നമ്മൾ
ദിശ അക്കാഡമി ലോഞ്ച് ചെയ്യാണ് ജൂലൈ 15-ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 year വാലിഡിറ്റി ഉള്ള കംപ്ലീറ്റ് ഒരു കോഴ്സ് എന്ന് പറയുന്നത് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു RRB റെഗുലർ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു ഓഫ്ലൈൻ ബാച്ചിൽ വന്ന് പഠിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും മോക്ക് ടെസ്റ്റുകളും മെന്ററിംഗ് സപ്പോർട്ട്, പേഴ്സണൽ മെന്ററിംഗ് സപ്പോർട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, എല്ലാ ഫെസിലിറ്റീസും ഈ ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്ത് കിട്ടുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ലോഞ്ച് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. ഇയർലി ബേർഡ് ഓഫർ നിങ്ങൾക്ക് കാണും കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. കാരണം എന്തായാലും റെയിൽവേ ഇത്രത്തോളം വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യും, എല്ലാ വർഷവും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യും, എല്ലാ വർഷവും ഒരുപോലെ എക്സാംസ് നടത്തും. കാരണം ഇതുവരെയും എന്താണ്, ഓരോ ഇയർലി ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ലായിരുന്നു, അവർ റിക്രൂട്ട്മെന്റ് ക്ഷണിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് സൈക്കിളിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാംസ് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നോക്കുക. നന്നായിട്ട് പഠിക്കണമെന്ന ആഗ്രഹമാണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ ഉറപ്പായിട്ടും ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അത്രയും വിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി അതിൽ പറയുന്ന ഏറ്റവും ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അതിന്റെ സെക്യൂരിറ്റി ആൻഡ് ഫെയർനെസ് മെഷേഴ്സ് ആണ്. എത്രത്തോളം ക്ലിയർ ആയിട്ടാണ്, ഏറ്റവും കൺവീനിയന്റ് ആയിട്ടാണ് എക്സാം നടത്തുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സെക്യൂരിറ്റി ആൻഡ് ഫെയർനെസ് മെഷേഴ്സ് അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം തൊട്ടാണ്, അതായത് 2024 വർഷം തൊട്ടാണ് ആധാർ ബേസ്ഡ് KYC ഓതന്റിക്കേഷൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ എഴുതാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ ഇനി ആധാർ ബേസ് ചെയ്തിട്ടുള്ള വെരിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, എല്ലാം ആധാർ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് ആധാർ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. SSC നടത്തിക്കൊണ്ടിരുന്ന ഒരു പാറ്റേൺ ആണ് ആധാർ ബേസ്ഡ് വെരിഫിക്കേഷൻ. അതാരും ചെയ്യുകയാണ്, റെയിൽവേയും ചെയ്യുകയാണ്. ഇതിപ്പം ഈ ഒരു ഇടയ്ക്കാണ് അവർ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഏകദേശം 95% സക്സസ് റേറ്റ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. 2024 എക്സാമിനേഷൻ ആണ് ഇത് ആഡ് ചെയ്ത് തുടങ്ങിയത്. ഒരു ലാർജ് സ്കെയിൽ എക്സാം ലെവലിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തു. ഏകദേശം 95% അത് സക്സസ് ആയി. കാരണം ആധാർ ബേസ്ഡ് ഉള്ള വെരിഫിക്കേഷൻ അത്രയും പ്രോപ്പർ ആയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതപ്പോ എന്ത് ചെയ്യും, ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു വാക്കാണ് അവർ തരുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ജാമേഴ്സ്, നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം സെന്ററിന് ചുറ്റും എന്ത് ചെയ്യും, ജാമേഴ്സ് വെക്കും. കാരണം എന്താണ്, ഈ പറഞ്ഞ 100% യൂസ് ഓഫ് ജാമേഴ്സ് അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇലക്ട്രോണിക് ഡിവൈസസ് എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, വരാതിരിക്കാനുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് അവർ എന്ത് ചെയ്യത്തില്ല, ചീറ്റ് ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാവാതിരിക്കാനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളാം. അപ്പൊ ഇതാണ് ഇതിന്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നതിന്റെ പ്രകാരമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കാരണങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക. എത്രയും നേരത്തെ തന്നെ എന്ത് ചെയ്യുക, റെയിൽവേക്ക് വേണ്ടിയായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ PDF-ലും അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളാം. ഇതാണ് അവരുടെ ഈ ഒരു അപ്ഡേറ്റിൽ മേജർ അപ്ഡേറ്റ് ആയിട്ട് അവർ ഇതിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആധാറിന്റെ കാര്യങ്ങളും ജാമേഴ്സിന്റെ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി റെയിൽവേക്ക് വേണ്ടിയായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.